മുൻകൂർ അനുമതിയില്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും ക്ഷേത്ര നിർമ്മാണം പാടില്ലെന്ന് എരുമേലി വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണ സംഘാടകരോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ്. മുൻകൂർ അനുമതി വേണം എന്ന കാര്യമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം മുൻകൂർ അനുമതി ഇല്ലാത്തതാണ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, താൽക്കാലികമായി ഒരു ഭാഗം ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. താൽക്കാലികമായി ഒരു തറ പണിതിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് ഭൂവുടമയായ ജോഷി കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അതിനാലാണ് ഈ ഹർജി തീർപ്പാക്കിയത്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല ഹൈക്കോടതി, സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോയത്. പഞ്ചായത്ത് രാജ് ചട്ടം അനുസരിച്ച് ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിയിട്ടില്ല എന്നതായിരുന്നു കോടതിക്ക് മുൻപാകെ വന്ന പരാതി. അത് ശരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ കോട്ടയം എരുമേലി വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണം തടഞ്ഞിരിക്കുകയാണ് കോടതി. അവിടെ നിർമ്മാണം പാടില്ല, ആവശ്യമായ അനുമതി നേടിയേ ക്ഷേത്രം പണിയാവൂ എന്നുള്ള കാര്യമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന കാര്യം പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ക്രമസമാധാന പാലനത്തിന് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ പോലീസിനെ സമീപിക്കാവുന്നതാണ് എന്ന കാര്യവും കോടതി വീണ്ടും നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ വിവാദമായ ഒരു സംഭവമാണ്. ഇപ്പോഴും അവിടെ ഹൈന്ദവ സംഘടനകളുടെ നിലപാട് ക്ഷേത്ര നിർമ്മാണം നടക്കും എന്നത് തന്നെയാണ്. സാങ്കേതികമായ തടസ്സം മാത്രമേ ഉള്ളൂ എന്നാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. ബിൽഡിംഗ് പെർമിറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനാൽ വാവർ പള്ളിക്ക് സമീപത്ത് തന്നെ ഏതാണ്ട് 100 മീറ്റർ അടുത്താണ്. ഈ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. തൊട്ടടുത്ത് തന്നെ വാവർ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് വാപുരസ്വാമി ക്ഷേത്രത്തിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ നിർമ്മാണ പ്രവൃത്തി ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, സാങ്കേതികമായ തടസ്സമാണല്ലോ ഇന്നും കോടതി പറഞ്ഞിരിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല, ഈ ഒറ്റ കാരണത്താലല്ലേ ഇപ്പോൾ ക്ഷേത്രം പണിയരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ നിർദ്ദേശവും കൃത്യമാണ്. അവിടെ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ ഒരു നിർമ്മാണം പാടില്ല. അതിനാലാണ് വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള ആ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത്. ഒരു സാങ്കേതിക പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് ഭൂവുടമ, അദ്ദേഹം തിരുവനന്തപുരം ഗൗരീശപട്ടം സ്വദേശിയാണ്, ജോഷി എന്നാണ് പേര്, അദ്ദേഹം കോടതിയെ അറിയിച്ചു. താൽക്കാലികമായിട്ടുള്ള നിർമ്മിതി അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന്. ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതിനാലാണ് ക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണം നടത്തണമെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം, ആവശ്യമായ മറ്റ് അനുമതികളും തേടണം എന്നുള്ള കാര്യവും കോടതി നിർദ്ദേശമായി നൽകിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അവിടെ എരുമേലിയിൽ വാവൂര് പള്ളിക്കും വലിയമ്പലത്തിനും നടുക്കായിട്ട് വാപുരസ്വാമി ക്ഷേത്രം ഉയർത്തുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ദൃശ്യം ഇതാണ്. ഭൂവുടമ കോടതിയിൽ പറഞ്ഞത് ഇവിടെ ഈ നിർമ്മിതി പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ദൃശ്യം രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ഇവിടെയാണ് വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും. അവിടെ ദേവപ്രശ്നം നടത്തി വാപുരസ്വാമി ക്ഷേത്രം ഉയർത്തണം എന്നുള്ള കാര്യം വിവിധ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾക്ക് പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ട്. അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സ്വകാര്യ വ്യക്തിയാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും നിരവധി സംഘടനകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട്. അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് വാപുരസ്വാമി ക്ഷേത്രം അവിടെ ഉയരാൻ പോകുന്നത്. ഇതിപ്പോൾ സാങ്കേതികമായി കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഈ ഹർജിയും തീർപ്പാക്കിയിരിക്കുകയാണ്. മുൻകൂർ അനുമതി വേണം, അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം തടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ വിവാദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പക്ഷേ പല സംഘടനകളും ഇക്കാര്യത്തിൽ യോഗം ചേർന്ന് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ അവിടെ വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നതാണ്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആവശ്യത്തിനുള്ള നിർമ്മാണ അനുമതി വാങ്ങി അവിടെ വാപുരസ്വാമി ക്ഷേത്രം, വാവർ പള്ളിക്ക് അടുത്ത് തന്നെയായി വാപുരസ്വാമി ക്ഷേത്രം വരും എന്നാണ്. വാവരല്ല, യഥാർത്ഥത്തിൽ വാപുരനാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ വാപുരസ്വാമി ക്ഷേത്രമാണ് ഉയരേണ്ടത് എന്ന കാര്യമാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. നേരത്തെ അവിടെ ഒരു ദേവപ്രശ്നം നടന്നിരുന്നു, അതിന്റെ ബോർഡാണ് കാണുന്നത്. ഏപ്രിൽ മാസത്തിലായിരുന്നു, ഏപ്രിൽ 6, 7 തീയതികളിലായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്ത് എരുമേലിയിൽ ഇതേ സ്ഥലത്തെത്തിയിരുന്നു, ഷൂട്ട് ചെയ്തിരുന്നു, അവിടുത്തെ ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ശ്രീജിത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണും.
എരുമേലിയിൽ വാപുര ക്ഷേത്രം വരുന്നു എന്ന നിലയിൽ ഫലത്തിൽ അത് വരാൻ പോകുന്ന ഒരു സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിലൊരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില തൊഴിലാളികൾ നിന്നുകൊണ്ടാണിത് ഇങ്ങനെ മാറ്റിയത്. അത് പഞ്ചായത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു തറ മാത്രമാണുള്ളത്. ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി പഞ്ചായത്തിന്റെ ഒന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് ഒരു താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എരുമേലി ഈ വലിയ അമ്പലവും ഒപ്പം തന്നെ ഈ എന്താ പറയുക നമ്മുടെ പള്ളിയും വാവര് പള്ളിയും എല്ലാം ഉള്ളത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയാത്തത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ വലിയമ്പലം, അതായത് എരുമേലി വാവര് പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ആ വഴിയിൽ തന്നെയാണ്, വഴിയരികിൽ തന്നെയാണ് ഈ വാപുര സ്വാമിയുടെ ക്ഷേത്രം എന്ന പേരിൽ വരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിൻ്റെ ചില ബോർഡുകളും മറ്റുമുണ്ട്. ഏപ്രിൽ 6, 7 തീയതികളിൽ നടത്തിയെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാഴ്ച, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫലത്തിൽ ഇതിൽ ഭദ്രദീപം കൊളുത്തുമെന്നുള്ളതാണ് ഈ ബോർഡിൽ കാണുന്നത്. ദൈവജ്ഞൻ, അതായത് ഈ ഒരു ദേവപ്രശ്നം നടത്തിയത് ശ്രീ പത്മനാഭ ശർമ്മയാണ് എന്ന് ഈ ബോർഡിൽ കാണാം. ഈ ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തീർച്ചയായും നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും തുടരും. സർക്കാരിൻ്റെ നിലപാട് അത് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തു. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ഇഷ്ടമുള്ള പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ ക്ഷേത്രം വന്നാലും വന്നില്ലെങ്കിലും ഒന്നും വന്നില്ലെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. ഞാനൊരു വിശ്വാസിയല്ല. നിങ്ങളപ്പം വേറെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? പുള്ളിയുടെ ഇതേപോലെ വീട്, എന്റെ സഹോദരൻ മുകളിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നത്? അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു ബാലാലയ പ്രതിഷ്ഠ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. ചേട്ടന് ഇവിടുത്തെ തന്നെയാണോ? അല്ല, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ. ശരി. ഇവിടെ ഇങ്ങനെ അന്ന് ദേവപ്രശ്നം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു? പ്രശ്നം നടന്നപ്പോ രാവിലെ വന്നിരുന്നതിലെ സുരേഷ് ഗോപി വന്നിരുന്നപ്പോ കണ്ടായിരുന്നു. സുരേഷ് ഗോപി ഒക്കെ വന്നിരുന്നു. സുരേഷ് ഗോപി വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി നിൽക്കുമ്പോൾ അത് കാണാമോ? ഇപ്പം വിശ്വാസികളുടെ ഓരോരുത്തരുടെ വിശ്വാസം ഓരോന്ന്, അത് അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കുന്നത് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് വലിയ അഭിപ്രായം ഒന്നുമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരം ഉണ്ടാവരുത്. ഞങ്ങൾ വളരെ മാനമര്യാദയായിട്ടല്ലേ എരുമേലി ജീവിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ ഗുരു തൊട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വിശ്വാസിയല്ല, ഞാൻ ക്ഷേത്രവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല. എന്നാലും മറ്റൊരു പ്രശ്നം ഉണ്ടാവും. ഉണ്ടായ കാലം മുതൽ കാണുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു പള്ളി, മറ്റേത് പൊളിച്ചു പറിച്ചു, കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എല്ലാവരും സഹോദരങ്ങളെല്ലാം ഒന്നിച്ചൊരു ജാതി മത ഭേദമന്യേ ജീവിക്കുന്നത്, അത് നഷ്ടപ്പെടുന്നു. ഞങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോവാം. കൂട്ടത്തിലുള്ള ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷേ കൂട്ടത്തിലുള്ള ഒരു കല്യാണം, തൊട്ടടുത്തൊരു കല്യാണം ഒഴിവാക്കിയിട്ട് കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്നല്ല, ഞങ്ങളുടെ മക്കൾക്കും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പലം വന്നാലും പള്ളി വന്നാലും ഒന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു സ്പർദ്ധയ്ക്ക് കാരണമാകരുത് എന്ന എരുമേലിക്കാരാണ് അവർ. എരുമേലി ഇങ്ങനൊരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വിളനിലം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവരൊരു എരുമേലിക്കാരുടെ ഒരു കൃത്യമായ സ്വഭാവം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുക, അവരുടെ പ്രതികരണവും അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ട് പരമായ പോരാട്ടങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെയാണ് ഇതിൽ ഉണ്ടാകേണ്ടത്. എരുമേലിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. എന്തായാലും എരുമേലി വാപുരസ്വാമി ക്ഷേത്രത്തിനുള്ള നിർമ്മാണം, അതിന് സാങ്കേതികമായ തടസ്സമുണ്ട്. ഇക്കാര്യം ഹൈക്കോടതി ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഹർജി തീർപ്പാക്കുകയും ചെയ്തു. ആവശ്യത്തിന് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഹർജി തീർപ്പാക്കിക്കൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.